യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കും. യേശുവിനെ പോലെയാകാം പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാൻ ചിന്തിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത് ആത്മാവിൻ്റെ ഭക്ഷണത്തിനായി യേശുവിനോട് നിരന്തരം സംസാരിക്കുക എന്നുള്ളതായ ഒരു വിഷയത്തിലാണ്. പ്രിയരെ, സത്യവേദ പുസ്തകം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 63-1 വാക്യത്തിൽ, ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. പ്രിയരെ, സങ്കീർത്തനക്കാരൻ ഇപ്രകാരം തൻ്റെ പ്രാർത്ഥനയിൽ അതികാലത്തെ ദൈവത്തെ അന്വേഷിക്കുന്നതായ ഒരു സ്വഭാവം ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മാത്രവുമല്ല, തൻ്റെ ഉള്ളം ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നതായ ഒരു ഭാഗത്തെ ഇവിടെ കാണിക്കുകയാണ്. എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു എന്നുകൂടെ ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു താൻ ഭൂമിയിലായിരുന്ന ആ സമയത്ത് തൻ്റെ ശിഷ്യരോട്, തന്നെ അനുഗമിക്കുന്നവരോട് ഇപ്രകാരം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6:35, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് ക്രിസ്തു നമ്മോടായി ഇവിടെ വീണ്ടും ആ വാക്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ശരിക്കും ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ദാഹത്തെയും അതുപോലെ തന്നെ ആത്മാവിൻ്റെ വിശപ്പിനെയും ശമിപ്പാൻ തക്കവണ്ണം ഒരു മനുഷ്യനും കഴിയുകയില്ല. മറിച്ച് ക്രിസ്തുവിലൂടെ അത് നമുക്ക് സാധ്യമാക്കി എടുക്കുവാൻ പറ്റും എന്നിവിടെ നമ്മെ ധരിപ്പിക്കുകയാണ്. ആത്മീക ജീവനെ നിലനിർത്തുവാനും പ്രസരിപ്പും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ ശരീരം തുടരെ പോഷണം സ്വീകരിക്കുന്നത് പോലെ തന്നെ ആത്മാവും നിരന്തരം ക്രിസ്തുവുമായി സംഭാഷിക്കണം എന്നതും യേശുവിന് പൂർണ്ണമായി സമർപ്പിക്കുകയും യേശുവിൽ ആശ്രയിക്കുകയും വേണം എന്ന് ഇവിടെ നമ്മെ ധരിപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രിയരെ, ക്രിസ്തുവാകുന്ന ഉറവയിൽ നിന്ന് ക്രിസ്ത്യാനിയായിരിക്കുന്നതായ ഓരോ വ്യക്തികളും നിർമ്മലമായ ജീവജലം വാങ്ങി കുടിക്കണം. നിരന്തരമായി അപ്രകാരം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആത്മീയമായ വർധനവിനു വേണ്ടി, ആത്മീയ ദാഹം, ആത്മീയ വിശപ്പ് അകറ്റുന്നതിന് വേണ്ടി ക്രിസ്തുവുമായി നാം നിരന്തരം ബന്ധപ്പെടേണ്ടുന്നത് പ്രാർത്ഥനയിലൂടെ ആയിരിക്കേണ്ടത് ആവശ്യമാകുന്നു എന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും സങ്കീർത്തനക്കാരൻ 62-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാമത് വാക്യത്തിൽ പറയുന്നു, എൻ്റെ ഉള്ളമേ, ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. നമ്മുടെ ആത്മാവ് ദൈവത്തെ തേടുമ്പോൾ, അന്വേഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ആകാംക്ഷ നിറഞ്ഞ ആത്മാവിന് ഈ വാക്യം വീണ്ടും നമ്മളെ ഓർമ്മിച്ച് പറയുവാൻ സാധിക്കും. പ്രിയരെ, ദൈവത്തിൻ്റെ വചനങ്ങൾ ജീവൻ്റെ നിറഞ്ഞ ഉറവകളാണ് എന്നും ആ ജീവനുള്ള ഉറവകളിൽ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ കൊണ്ടുവരപ്പെടുന്നു. പരിചിതമായ ഈ സത്യങ്ങൾ തന്നെയും നിങ്ങളുടെ മനസ്സിൽ അത് അർത്ഥത്തോടുകൂടി അത് ഉറപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ. പ്രിയരെ, ക്രിസ്തുവാണ് നിങ്ങളെ നയിക്കുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ അറിയുന്നുവെങ്കിൽ ആ ദിവ്യ ഉപദേശകൻ നിങ്ങളുടെ സമീപത്തുണ്ട് എന്നുള്ളത് തന്നെ നാം വിശ്വസിക്കേണ്ടത് ആവശ്യമാകുന്നു. പ്രിയരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പ്രിയരെ, ക്രിസ്തുവാകുന്ന വഴി, നിത്യജീവൻ പകരുന്നതായ ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും നിത്യജീവൻ കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനായി നമ്മുടെ ആത്മാവിനെ നമുക്കതിനായി ഒരുക്കാം.
തീർച്ചയായിട്ടും അതിന് ഈ പ്രഭാതത്തിൽ ഇത് കേട്ടതായ ശ്രവിച്ചതായ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറയുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവ്വചരാചരങ്ങളുടെയും ഉടയവനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനും നല്ലവനുമായ ദൈവമേ, അനുഗ്രഹമേറിയതായ ഒരു പ്രഭാതം കാണുവാൻ തക്കവണ്ണം നീ ഇടവരുത്തിയല്ലോ. ദൈവം ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങളെ കേൾക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇത് ശ്രവിച്ചതായ ദൈവം ഓരോ ദൈവമക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കൃപയാൽ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണം. സകലതും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.